നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലെ മലയാളമാണ്. 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് അമൃതമാണ്. അമൃതം അല്ലേ? മധുരമുള്ളത്. എല്ലാവർക്കും മധുരം ഇഷ്ടമല്ലേ? ആർക്കല്ലേ മധുരം ഇഷ്ടമല്ലാത്ത? നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് മധുരം വളരെ ഇഷ്ടമായിരിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം പഠിക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും മധുരം എന്തായിരിക്കും? മലയാളം തന്നെയായിരിക്കും. മധുരം മലയാളം അല്ലേ? അതെ. അപ്പോൾ ഇവിടെയും മലയാളത്തെ കൂടുതൽ മധുരമാക്കാനായിട്ട് ഒരുപാട് നല്ല രസകരമായ പാഠഭാഗങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാഠം നിങ്ങൾക്കറിയാം. എന്താ? വെണ്ണക്കണ്ണൻ. കണ്ണനെക്കുറിച്ച് അറിയാത്ത ആരല്ലേ ഉള്ളത്? നിങ്ങളെപ്പോലെ ഒരു വികൃതി കുട്ടിയാണ് കണ്ണനും. കണ്ണൻ്റെ കുറച്ച് വികൃതി തരങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പാഠത്തിലും പഠിക്കാനുള്ളത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്ന് നമുക്ക് ഇത് ആരാ എഴുതിയതെന്നും ഇത് എന്തിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, ചെറുശ്ശേരിയുടെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള വെണ്ണക്കണ്ണൻ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475 1575 ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. കൊല്ലവർഷം 650 750 മധ്യേ. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്രാചീന കവിത്രയം. എന്താണ് ഈ പ്രാചീന കവിത്രയം? പ്രാചീനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രാചീനം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അതെന്താ ചെറുശ്ശേരി ഇപ്പൊ പഴയതാണോ? അതെ, കുറച്ചൊരു പഴയതാണ്. അദ്ദേഹത്തിന്റെ കഥകളോ കവിതകളോ ഒന്നും അല്ല പഴയത്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. അതായത് നമുക്ക് ഒരുപാട് കവിത്രയങ്ങളുണ്ട്, കവികളുണ്ട്, കഥാകാരന്മാരുണ്ട്. അതിൽ പ്രാചീനമായി പഴയ കാലത്തെ പ്രശസ്തരായ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. കവിത്രയങ്ങൾ, ത്രയം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്നാണ് അർത്ഥം. പ്രാചീന കവിത്രയത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ആരൊക്കെയാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എഴുത്തച്ഛൻ, നമ്മുടെ ഭാഷാ പിതാവ് എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന എഴുത്തച്ഛൻ. പിന്നെ ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി നാം പറയുന്ന കുഞ്ചൻ നമ്പ്യാർ. പിന്നെ 3ാമൻ നമുക്ക് പഠിക്കാനുള്ള വെണ്ണക്കണ്ണൻ്റെ രചയിതാവ് കൂടിയായ ചെറുശ്ശേരി. ഇവരെ 3 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അടുത്തത് നോക്കാം. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു. രാജാവിന്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്താണ്? എന്താ? കൃഷ്ണപ്പാട്ട്. കൃഷ്ണഗാഥ എന്താണ്? നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കഥകളും അദ്ദേഹത്തിന്റെ വീരസാഹസിക പ്രകടനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് കൃഷ്ണഗാഥ. അത് ആരുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി നമ്പൂതിരി എഴുതിയത്? കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് അദ്ദേഹം കൃഷ്ണഗാഥ എഴുതിയത്. അപ്പൊ ഈ കൃഷ്ണഗാഥയിലെ ചെറിയ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള വെണ്ണക്കണ്ണൻ. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഞാൻ ഈണത്തിൽ അതൊന്ന് ചൊല്ലാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, ഈണം ഗ്രഹസ്ഥമാക്കുക. എന്നിട്ട് എന്താണ്? നമുക്ക് വീണ്ടും ചൊല്ലി പഠിക്കുക. 1-2 തവണ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈണം എന്താവും? തിട്ടാകും. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവണ്ണ ഞാൻ. ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതന്നമ്മേ ചൊൽ. ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളിർക്കുന്നേരം. ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നിടിനാൽ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ണൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ.
മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആത്തനായി നിന്നു ഞാൻ കീഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ ആനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ. അപ്പൊ നമ്മുടെ പാട്ട് ഈണത്തിൽ ചൊല്ലിക്കഴിഞ്ഞു. ചൊല്ലിയാൽ മാത്രം മതിയോ? വല്ലത് മനസ്സിലായോ? ഇല്ലല്ലേ? കുറച്ച് കഷ്ടമുള്ള വാക്കുകളൊക്കെ ഇതിലുണ്ട് അല്ലേ? അർത്ഥം മനസ്സിലാവാത്ത വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാത്ത വാക്കുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ പാഠഭാഗത്തിൽ ഒന്ന് അടിവരയിട്ട് പോന്നോളൂ. ടീച്ചർ പറയുമ്പോൾ അർത്ഥം എഴുതാം നിങ്ങൾക്ക്. അപ്പം നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയാലോ? സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവണ്ണ ഞാൻ. ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ ഇങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. എന്താ സ്നാനം? സ്നാനം എന്താ? സ്നാനം എന്താ അറിയോ? സ്നാനം എന്ന് പറഞ്ഞാൽ കുളി. എല്ലാവരും കുളിക്കാറുണ്ടോ? എന്നും കുളിക്കാൻ മടിയുള്ളവരുണ്ടോ? ഉണ്ടാവൂല്ലേ? മഴയൊക്കെ ആയാൽ കുളിക്കാൻ മടിയുള്ളവരാവും കൂടുതലും. എന്തൊരു തണുപ്പാ അമ്മേ ഈ വെള്ളത്തിനെന്ന് പറഞ്ഞിട്ട് മടി പിടിച്ച് കുളിക്കാത്തവരുണ്ട്. പക്ഷെ ഇവിടെ എന്താ, കണ്ണൻ്റെ അമ്മ സ്നാനവും ചെയ്തു കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോഴേക്കും കണ്ണൻ പറയാണ്, അമ്മ കുളിക്കാൻ പോയി വരുന്നത് വരെ ഈ വെണ്ണ ഞാൻ ആരും കൊണ്ടുപോകാതെ കാത്ത് സൂക്ഷിച്ചു. ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നത് എന്നമ്മേ ചൊൽ. ഇത്രയും പാവമായ ഞാൻ അമ്മ വരുന്നത് വരെ വെണ്ണ ആരും കൊണ്ടുപോകാതെ സൂക്ഷിച്ച എനിക്ക് വെണ്ണ തരാതെ ഇങ്ങനെ അങ്ങ് പോകുവാണോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളർക്കുന്നേരം. ഇങ്ങനെ പറഞ്ഞോണ്ട് എന്താ ഇല്ല, നമ്മള് കള്ളക്കണ്ണീര് കാണിക്കുന്ന പോലെ അല്ലേ, അഭിനയിക്കുന്ന പോലെ കണ്ണൻ ചുണ്ടൊക്കെ ഇങ്ങനെ പിളിർത്ത് കാണിക്കാന്ന്. അയ്യോ അമ്മ എനിക്ക് തരാതെ കൊണ്ടുപോവാണോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ണിക്കൈ തന്നീലെ വെച്ചു നിന്നിടിനാൽ വെണ്ണ താൻ കൊണ്ടുപോകുന്ന അമ്മയെപ്പോൾ. അപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ വെച്ച് കൊടുക്കാനായിട്ട് അമ്മ എന്ത് ചെയ്തു? പോയി വെണ്ണ എടുത്തോണ്ട് വന്നു. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഹായ്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അമ്മ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ചുണ്ടിലും നമ്മുടെ മുഖത്തും ഒക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതുപോലെ വെണ്ണ കണ്ടപ്പോൾ നമ്മുടെ കണ്ണനും സന്തോഷമായി ചിരിക്കുകയാണ് ആള്. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ട് കേഴുമല്ലോ. അപ്പൊ അമ്മയോട് ചോദിക്കുകയാണ്, ഒരു കയ്യിൽ വെണ്ണ വെച്ച് കഴിഞ്ഞാൽ ഈ കൈ വെണ്ണ ഇല്ലാതിരിക്കുമ്പോ ഇതിന് സങ്കടാവില്ലേ? അതിന് സങ്കടം തോന്നില്ലേ? തോന്നും. അപ്പോഴോ ഒരു ഉദാഹരണവും പറയുന്നുണ്ട്. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. എന്താ മൂത്തവൻ? ആരാ മൂത്തവൻ? കൃഷ്ണന്റെ മൂത്തവൻ ആരാണ്? ബലരാമൻ. അപ്പൊ എന്താ, കൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമന് വെണ്ണ കൊടുക്കുമ്പോ ഇത് കണ്ട് ഞാൻ നിന്ന് കരയത്തില്ലേ? അതുപോലെ എൻ്റെ ഒരു കയ്യിൽ വെണ്ണ വെച്ചാൽ മറു കൈ എന്ത് ചെയ്യും? കൊടുക്കാതാവുമ്പോ അതും എന്ത് ചെയ്യും? കരയും. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. അപ്പൊ ഇത് കേട്ട് കണ്ണനോട് സ്നേഹം തോന്നി, അലിവ് തോന്നി. അമ്മ യശോദ എന്ത് ചെയ്തു? വെണ്ണ എടുക്കാനായി പോയപ്പോ കണ്ണൻ എന്ത് ചെയ്തു? ഈ കള്ളക്കണ്ണൻ എന്ത് ചെയ്തു? ഒരു കയ്യിലിരുന്ന വെണ്ണ എന്ത് ചെയ്തു? പെട്ടെന്ന് വായിലേക്ക് അങ്ങ് ഇട്ടിട്ട് എന്ത് പറഞ്ഞു? അയ്യോ, എൻ്റെ കയ്യിലെ വെണ്ണ ആര് കൊണ്ടുപോയി? കാകൻ കൊണ്ടുപോയി. കാകൻ ആരാ? കാകൻ കാക്ക. കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞു.
കള്ളനായുള്ള ഒരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. ആരാ ശരിക്കും കള്ളൻ? കാക്കയാണോ കള്ളൻ? അല്ല, നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് കള്ളൻ. എന്നതു കേട്ടവളേറ്റം ചിരിച്ചു, നൽവെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ. അമ്മയ്ക്കറിയാം കണ്ണൻ പറയുന്നതൊക്കെ കള്ളത്തരമാണെന്ന് അറിയാം. എന്നിട്ടും പോട്ടേന്ന് വെച്ച് ചിരിച്ചുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? രണ്ട് കൈയിലും വെണ്ണ കൊണ്ട് വെച്ചു കൊടുത്തു കണ്ണന്. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനാനനം, വെണ്ണിലാ പോലുന്ന തിങ്കൾ പോലെ. ഓ, വെണ്ണ കണ്ട കണ്ണന്റെ മുഖം എന്താണ്? വെണ്ണ കണ്ട കണ്ണന്റെ ആനനം. ആനനം എന്താ? മുഖം. മുഖം എന്താ? പൂനിലാവുദിച്ച തിങ്കൾ പോലെ. പൂനിലാവുദിച്ച തിങ്കളാരാ? ചന്ദ്രൻ. ചന്ദ്രനെ പോലെ തിളങ്ങി. അപ്പൊ എന്താണ്? രണ്ട് കയ്യിലും അമ്മ വെണ്ണ വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും കണ്ണൻ എന്താ? വളരെ സന്തോഷമായി. പൂനിലാവുദിച്ച ചന്ദ്രനെ പോലെ കണ്ണന്റെ മുഖം എന്താണ്? തിളങ്ങി. അപ്പോ രണ്ട് കയ്യിലും വെണ്ണ കിട്ടി. കണ്ണൻ സന്തോഷവാനായി അല്ലേ? നിങ്ങൾക്കോ? നിങ്ങൾക്ക് സന്തോഷമായോ? ഓ, നിങ്ങൾക്ക് എവിടെ നിന്നല്ലേ സന്തോഷം? കണ്ണനല്ലേ വെണ്ണ കിട്ടിയത്, ഞങ്ങൾക്കല്ലല്ലോ. അങ്ങനെയല്ലേ ഇപ്പൊ കരുതുന്നേ? നിങ്ങൾക്കും കിട്ടും. നല്ല കുട്ടികളായി പഠിച്ച് നല്ല മാർക്സ് ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ സമ്മാനങ്ങളൊക്കെ രക്ഷകർത്താക്കൾ നിങ്ങൾക്കും മേടിച്ചു തരും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വായിക്കാം ഈ പാഠം. എല്ലാവരും എൻ്റെ ഒപ്പം വായിക്കണേ. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളുർക്കുന്നേരം. ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നിടിനാൽ വെണ്ണ താൻ കൊണ്ടുപോന്ന അമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. എന്നതു കേട്ടവൾ ഏറ്റം ചിരിച്ചു, നൽവെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ ആനനം, വെണ്ണില പോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിതമാകയ ചെഞ്ചമ്മേ നിന്നു തിളങ്ങിയപ്പോൾ. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ അമ്മയെയും മകനെയും അമ്മയുടെയും മകൻ്റെയും സ്നേഹം വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം മനസ്സിലാക്കി തരുന്ന മറ്റൊരു പാട്ട് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിയാലോ? ഇതും നമ്മുടെ മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിൻ്റെ പൂതപ്പാട്ട് എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ചില വരികളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും ചില വരികളാണ് നമുക്കിവിടെ പഠിക്കാൻ ഉള്ളത്. ചൊല്ലി രസിക്കാം. നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ചൊല്ലി രസിക്കാനാണ്, പാടി രസിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് പാടി രസിക്കാം. കവിതയിലെ കണ്ണനെയും അമ്മയും കണ്ടുവല്ലോ. ഇതാ മറ്റൊരമ്മയും ഉണ്ണിയും കണ്ടോ. കുഞ്ഞിന് എന്ത് കൊടുക്കുകയാണ് അമ്മ? ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലേ. കുഞ്ഞിന് എന്താ, കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഒക്കെ തിരുത്തി അമ്മമാര് പുറത്തൊക്കെ അങ്ങ് ഇറങ്ങും. പണ്ട് കാലത്തൊക്കെ ആഹാരം കൊടുക്കണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി അമ്പിളിമാമനെ കാണിച്ചും ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്ത് വരും എന്ന് പറയും? പൂതം വരും എന്ന് പറയില്ലേ? പൂതം വന്ന് പിടിച്ചോണ്ട് പോവും, കോക്കാച്ചി വരും എന്നൊക്കെ പറയില്ലേ അമ്മമാര്. അപ്പൊ ഇത് പേടിച്ച് കുട്ടികൾ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണോ ആഹാരം കൊടുക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കുഞ്ഞിലെ ആഹാരം കഴിച്ചത്? അപ്പൊ അങ്ങോട്ട് ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്ത് ഏതെങ്കിലും കാർട്ടൂൺ ഓണാക്കി അങ്ങോട്ട് വെച്ച് മുമ്പിലോട്ട് കൊടുത്താൽ മതിയില്ലേ, നമ്മൾ എന്തും കഴിക്കും. ഇഷ്ടമല്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? കഴിക്കും. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. അമ്മമാർ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ അങ്ങ് പുറത്തേക്ക് നടക്കും. അമ്പിളിമാമനെയും പൂക്കളെയും
ചിത്രശലഭങ്ങളെയും ഒക്കെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിപ്പിച്ചിട്ടാണ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത്. പേടിപ്പിക്കാനോ അവർ കോക്കാച്ചിയെയും മാക്കാച്ചിയെയും ഭൂതത്തിനെയും ഒക്കെ വിളിച്ചു വരുത്തുകയും ചെയ്യും. അപ്പോൾ ഈ പാട്ടിലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്ക് ഇങ്ങിണി പൊന്നുകൊണ്ട് ഉണ്ണിക്കു കാതിൽ കൂടെ കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. എന്തൊക്കെയാ നങ്ങേലി ചെയ്യുന്നേ? അമ്മയുടെ പേരെന്താ? നങ്ങേലി. നല്ല പേരല്ലേ നങ്ങേലി. ഇന്നിങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ. എന്നൊക്കെ ഭയങ്കര അൾട്രാ മോഡേൺ പേരുകളാണല്ലേ. ഇതൊക്കെ പണ്ടത്തെ പേരുകളാണ്. നങ്ങേലി. നങ്ങേലി അമ്മ മോനെ ഒരുക്കുന്നത് എങ്ങനെയാ? ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നവർ ഒരുപാട് നാള് കാത്തിരുന്നവർക്കുണ്ടായ ഉണ്ണിയാണ്. അപ്പൊ എന്താ? ഉണ്ണിക്ക് അരയില് എന്തുണ്ട്? അരഞ്ഞാണമുണ്ട്, കാതിൽ കടുക്കനുണ്ട്. ഉണ്ണിക്ക് എന്തൊക്കെയാ കൊടുക്കുന്നേ? പാപ്പ കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. കരയാതിരിക്കാനായിട്ട് എന്ത് കൊടുക്കുന്നു? പാവ. അപ്പൊ നമുക്ക് തോന്നുന്നു പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. പാവ എന്താ കുഞ്ഞ് കഴിക്കുവോ? കഴിക്കാനല്ല, എന്താ? കരയാതിരിക്കാൻ വേണ്ടി കൊടുക്കാണ്. അപ്പൊ എന്തൊക്കെയാ ആഹാരത്തിൽ ചേർക്കുന്നേ? കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട്. ചോറിൽ എന്താണ്? കാച്ചിയ മോരൊക്കെ ഒഴിച്ച് കുഴച്ചൊക്കെയാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താ? കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ പാട്ട് പാടിയാണ് അമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത്. കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് പിന്നെ ആരെ കാണിക്കുന്നുണ്ട്? മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട്. അമ്പിളി മാമ ദേ നോക്കേ, മോൻ ഈ ചോറ് കഴിച്ചാ അമ്മ അമ്പിളി മാമനെ പിടിച്ചു തരാം. നടക്കുന്ന കാര്യം വല്ലതും ആണോ? അല്ല. എങ്കിലും കുഞ്ഞ് ഒരു ആഹാരം ഒരു ഉരുള കഴിക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെ പാടുപെടുന്നു അല്ലേ? അങ്ങനെയൊക്കെ പാടുപെട്ടിട്ടാണ് കുഞ്ഞിന് മാമു കൊടുക്കുന്നത്, ആഹാരം കൊടുക്കുന്നത്. അങ്ങനെ കുഞ്ഞിന് എങ്ങനെയാ നങ്ങേലി വളർത്തിയത്? താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ. അയ്യോ, എൻ്റെ കുഞ്ഞിനെ താഴെ വെച്ചാൽ ഉറുമ്പ് വല്ലതും വന്ന് അവൻ്റെ ദേഹത്ത് കയറിയാലോ എന്ന് വിചാരിച്ച് താഴെ വെക്കാറില്ല. ഇനി തലയിൽ വെച്ചാലോ? തലയിൽ വെച്ചാൽ എന്താ? പേനരിക്കും. പേനെങ്ങാണ് എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കയറിയാലോ എന്ന് കരുതി താഴെ വെച്ചാൽ ഉറുമ്പരിക്കാതെയും തലയിൽ വെച്ചാൽ പേനരിക്കാതെയും ആണ് കുഞ്ഞിനെ നങ്ങേലി വളർത്തിയത്. തങ്കക്കട്ടിലിൽ പട്ട് വിരിച്ചിട്ട്. എന്താ? തങ്കം, സ്വർണം അല്ലേ? തങ്കക്കട്ടിലിൽ പട്ടൊക്കെ വിരിച്ചിട്ട് എന്താണ്? തണുതണേ പൂന്തൂടെ തട്ടി ഉറക്കിയിട്ട്. കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മമാരിങ്ങനെ തട്ടി 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 ഉറക്കൂല്ലേ? പെട്ടെന്നൊക്കെ ഉറക്കം ഉണരുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ പതിയെ തട്ടി 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 അവർ ദേഹത്ത് ഇങ്ങനെ തട്ടി 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 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പതിയെ ഉറക്കത്തിലേക്ക് വീഴും അല്ലേ? അങ്ങനെ തട്ടി ഉറക്കിയിട്ട് കുഞ്ഞിനോടൊപ്പം തന്നെ ആരും കിടക്കും? നമ്മുടെ നങ്ങേലിയും കിടക്കും അല്ലേ? എന്ത് സ്നേഹമുള്ള അമ്മയാ! നിങ്ങൾക്ക് ഇതുപോലെ സ്നേഹമുള്ള അമ്മമാരാണോ? ആണ്. എല്ലാവർക്കും സ്നേഹമുള്ള അമ്മമാർ തന്നെ ആവും അല്ലേ? ഇപ്പൊ നമ്മുടെ നങ്ങേലിയും ഉണ്ണിയെ ഇഷ്ടപ്പെട്ടോ? നങ്ങേലി ഉണ്ണി ഇഷ്ടപ്പെട്ടോ? നല്ല അമ്മയും നല്ല മോനും അല്ലേ? നമ്മുടെ വെണ്ണക്കണ്ണനിലെ യശോദയും കണ്ണനെയും പോലെ നങ്ങേലിയും ഉണ്ണിയും. അപ്പൊ എന്താണ്? നങ്ങേലിയും ഉണ്ണിയെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്, പാട്ടൊക്കെ കേട്ട് നല്ല രസിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഞാനൊരു പ്രവർത്തനം തന്നാലോ? എല്ലാവരും ചെയ്യുവോ? ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. നിങ്ങളെല്ലാവരും ബുക്ക് എടുത്ത വാക്കുകളൊന്ന് എഴുതാൻ നോക്കിയേ. വാക്കുകളുടെ അവസാനം ഞാൻ അത് എഴുതാം. എത്ര പേര് ശരിയാക്കി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം? മാർക്കിടാം. അല്ലെങ്കിൽ ചേച്ചി ഉണ്ടോ? ചേച്ചിയുടെ കൊടുക്കാം. ചേട്ടനുണ്ടോ? ചേട്ടൻ്റെ കൊടുക്കാം. അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്കും ഇടാം. നമ്മളിപ്പോൾ പഠിച്ച ഈ പാഠത്തിലുള്ള വാക്കുകൾ മാത്രമേ ഞാൻ ഇടുള്ളൂ. പറയട്ടെ. ഒന്നാമത്തെ വാക്ക് സ്നാനം. ഒന്നാമത്തെ വാക്ക് സ്നാനം. 5 വാക്കേ ഞാൻ പറയുള്ളൂ. വെറും 5 വാക്ക്. സ്നാനം. രണ്ടാമത്തത് ആനനം. രണ്ടാമത്തെ വാക്ക് ആനനം.
3 കേഴുക. കേഴുക. മൂന്നാമത്തെ വാക്ക് കേഴുക. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 1 സ്നാനം, 2 ആനനം, 3 കേഴുക, 4 അമ്പിളിമാമൻ. 4 അമ്പിളിമാമൻ. 4 അമ്പിളിമാമൻ. 5 അഞ്ചാമത്തെ പറയാണ്, അവസാനത്തെ വാക്ക് പറയാണ്. പറയട്ടെ. തിങ്കൾ. തിങ്കൾ. തിങ്കളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. തിങ്കൾ. 5 വാക്കും പൂർത്തിയായി. ഞാൻ 5 വാക്കും ഇവിടെ എഴുതാം. എത്ര പേര് ശരിയാക്കി എന്നുള്ളത് പറയണം കേട്ടോ. അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പറയും, ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരാൻ പറയുന്നത്. ഞാൻ വാക്കുകൾ എഴുതാം. ഇതായിരുന്നു 5 വാക്കുകൾ. ഇതിൽ എത്ര പേർക്ക് 5ഉം ശരിയായി? എത്ര പേർക്കാണ് കൂടുതൽ തെറ്റുകൾ ഉള്ളത്? നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഇനി വളരെ താല്പര്യമുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് വർണ്ണക്കടലാസുകൾ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്നും കൂടി വായിച്ചൊക്കെ നോക്കി പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു പ്രവർത്തനവുമായി, വർണ്ണക്കടലാസുകൾ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്ന പ്രവർത്തനവുമായി നമുക്ക് വീണ്ടും കാണാം.